ഈ ചാമ്പ്യൻസ് ലീഗിൽ നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് വിനീഷ്യസ് ജൂനിയറിൻ്റെ റേഷ്യൽ അബ്യൂസ് റിയൽ മാഡ്രിഡും ബെൻഫിക്കയും തമ്മിലുള്ള കളിയിൽ. അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും അത് കഴിഞ്ഞിട്ട് വിനീഷ്യസ് ജൂനിയർ ഒരു വലിയ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം വിനീഷ്യസ് ആ ഗോളടിച്ച സമയത്ത് നടത്തിയ ആഹ്ലാദ പ്രകടനം നീണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് വിനീഷ്യസിന് യെല്ലോ കാർഡ് കിട്ടുന്നുണ്ട്. അതേസമയത്തിൽ ഇത്തരത്തിലുള്ള വലിയൊരു പ്രശ്നം റേഷ്യൽ അബ്യൂസ് എന്നുള്ളൊരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ട് എടുക്കുന്ന നടപടിയും അങ്ങനത്തെ ഒരു കാർഡ് മാത്രമേ വരുന്നുള്ളൂ. മാത്രമല്ല പുതിയ നിയമങ്ങൾ, റേഷ്യൽ അബ്യൂസിനെതിരായിട്ടുള്ള നിയമങ്ങൾ മാത്രമല്ല, സൈൻ തന്നെ ക്രോസ്ഡ് ഇങ്ങനെ കാണിക്കുന്നത് തന്നെ ഒരു ഇതാണല്ലോ. അപ്പം എന്നാൽ പോലും വിനീഷ്യസ് പറയുന്നത് അതൊരു കൾച്ചറായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കളിക്കാർക്ക്, പ്രമുഖ കളിക്കാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പോർട്ടിംഗ് ബോഡീസ് ഒന്നും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അത് ദിലീപിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോഴും നമ്മൾ ഈ റേഷ്യൽ അബ്യൂസിനെ പറ്റി സംസാരിക്കേണ്ടി വരിക, പ്രത്യേകിച്ചും ഇതുപോലത്തെ ഒരു വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു സ്പോർട്ടിംഗ് കോമ്പറ്റീഷനിൽ എന്നുള്ളത് ഒരു വലിയ ഒരു നിരാശാജനകമായ ഒരു സംഗതിയല്ലേ. പക്ഷെ എന്തുകൊണ്ട് ആൾക്കാർ ഇതിൽ അതിശയിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പൊ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യമായിട്ടുള്ള അമേരിക്ക നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റ് സൊമാലിയ എന്നുള്ള ആൾക്കാർ, ഹൈറ്റി, ഇന്ത്യൻസിനെ പറ്റി, ആഫ്രിക്കൻസിനെ പറ്റി, ഇവരെയൊക്കെ പറ്റി ഉപയോഗിക്കുന്ന ഭാഷ എന്താന്ന് നിങ്ങൾ നോക്കൂ. പാരസൈറ്റ്, മറ്റേ ഡേർട്ടി, ഫിൽത്തി, ഇങ്ങനത്തെ വാക്കുകളാണ് ബാക്കി മനുഷ്യരെ പറ്റി അയാൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ പ്രസിഡന്റ്. ഇപ്പൊ ഒരു സ്പോർട്സ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ അതൊരു വാക്യൂമിലല്ല, അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. സമൂഹത്തിൽ നടക്കണ കാര്യത്തിന്റെ ഒരു മിനിയേച്ചറാണ് സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ കാണുന്നത്. കളിക്കാരെന്താ കാണുന്നത്? കളിക്കാർ കാണുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ ആൾക്കാരെ പറ്റി പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ? അതിന്റെ മറുവശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നെൽസൺ മാൻഡേല എന്ന ഒരു മനുഷ്യൻ 1995 റഗ്ബി ലോകകപ്പ് ഫൈനലിന് മുമ്പ് വെള്ളക്കാരനായ സ്പ്രിംഗ് ബോക്ക് ക്യാപ്റ്റൻ. ആ കാലത്ത് സ്പ്രിംഗ് ബോക്ക് റഗ്ബി ടീം എന്ന് പറഞ്ഞാൽ റേസിസ്റ്റ് സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു ആ ടീം. അവർക്ക് ഏറ്റവും പ്രൈഡ് ഉണ്ടായിരുന്ന ഒരു സാധനം ആ റഗ്ബി ടീമായിരുന്നു, ആ വെള്ളക്കാർക്ക്. അപ്പൊ ആ ടീമിന്റെ വെള്ളക്കാരനായ ക്യാപ്റ്റൻ ഫ്രാൻസ്വാ പിയനാറിന്റെ നമ്പർ 6 ജേഴ്സി ഇട്ടിട്ട് മാൻഡല കളിക്ക് പോന്നു. അതിനുശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പൊ ഒരു വെള്ളക്കാരനാണ് കോച്ച്, ക്യാപ്റ്റൻ ഈസ്റ്റേൺ കേപ്പ് എന്നുള്ള ഒരു കറുത്തവർഗക്കാരൻ സിയ കൊളീസി. ശരിക്കും ഇപ്പൊ സ്പ്രിംഗ് ബോക്ക് ടീമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു മാതൃകയായി മാറിയിട്ടുള്ളത്. എന്താ വെച്ചാൽ ശരിക്കുള്ള റെയിൻബോ നേഷൻ എന്താന്ന് അവര് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ക്രിക്കറ്റിലും അതുപോലെ അതേപോലത്തെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഒരൊറ്റ ആളാണ് കാരണം, നെൽസൺ മാൻഡേല. അപ്പൊ നല്ല നേതാക്കൾ ഉണ്ടെങ്കിൽ ആ വഴിക്ക് പോവാം. ട്രംപിനെ പോലത്തെ തറ ടിക്കറ്റ് ആൾക്കാരാണെങ്കിൽ ഈ വഴിക്ക് പോവും. ഈ നമ്മളിപ്പം ഈ വേൾഡ് കപ്പ് വരുന്ന സമയത്തെ നമ്മൾ ആദ്യത്തെ വേൾഡ് കപ്പിൽ ഒരൊറ്റ കറുത്ത വർഗ്ഗക്കാരനാണല്ലോ കളിക്കുന്നത്. അപ്പൊ ഇത്രയും ഇത് വന്നിട്ടും ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഒരു ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ നോക്കുകയാണെങ്കിൽ ഫുട്ബോളിൽ, പ്രത്യേകിച്ച് സോക്കറിൽ പ്രത്യേകിച്ചും വമ്പിച്ച രീതിയിലുള്ള ബ്ലാക്ക് പോപ്പുലേഷൻ ഉണ്ട് അമേരിക്കൻ ടീമിലടക്കം. പക്ഷെ അത് എന്നിട്ടും നമ്മൾ ഈ വിനീഷ്യസ് ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ ഒരു വലിയൊരു കൾച്ചറൽ പ്രോബ്ലം അല്ലേ? അതിനെ അങ്ങനെ അഡ്രസ് ചെയ്യണ്ടേ? കാരണം ഒരു സ്പോർട്ടിന്റെ മാത്രം പ്രത്യേകത അല്ലാണ്ട് അഡ്രസ് ചെയ്യാനുള്ള എന്ത് ശ്രമമാണ് ഫിഫയുടെ ഭാഗത്തു നിന്നുള്ളത്? എന്തുകൊണ്ട് നിങ്ങൾ ഫിഫയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കണമെന്നാണ് ഞാൻ ആദ്യം ആവർത്തിച്ച് ചോദിക്കുന്നത്. ഫിഫ എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ഓർഗനൈസേഷനാണ് ശരിക്കും. അതിനപ്പുറം എനിക്ക് പറയാനില്ല. എന്ന് വെച്ചാൽ 74-ലാണ് ജാവോ ഹാവ്ലാഞ്ച് എലക്ഷൻ ജയിക്കുന്നത് ഫിഫ പ്രസിഡന്റായിട്ട്. ആ സമയത്ത് ബ്രസീലില് പട്ടാള ഭരണമാണ്. ജാവോ ഹാവ്ലാഞ്ച് 78-ല് അർജന്റീന, ഫുട്ബോളിലെ ഏറ്റവും വൃത്തിയായിട്ട രാജ്യമായിട്ടുള്ള അർജന്റീനയിലാണ് ലോകകപ്പ് നടത്തുന്നത്. അതെ, ആ അർജന്റീനയ്ക്ക് നീണ്ട ഒരു പ്രൗഡ് കൾച്ചർ ഉണ്ട് ഈ റേസിസ്റ്റ് അബ്യൂസിനും എല്ലാവിധ തെമ്മാടിത്തരത്തിനും. അങ്ങനത്തെ ഒരു രാജ്യമാണ്. ഈ 78-ല് അവിടെ ലോകകപ്പ് നടത്താൻ റബ്ബർ സ്റ്റാമ്പ് കൊടുക്കേണ്ടത് ഹാവ്ലാഞ്ച് ആണ്. അവിടുത്തെ ഓർഗനൈസിങ് കമ്മിറ്റിയുടെ കാർലോസ് ലെക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോകകപ്പ് ഓർഗനൈസിങ് കമ്മിറ്റിയുടെ ലെക്കോസ്റ്റ് ഇവരുടെ ആ മിലിറ്ററി 3 ആൾക്കാരായിരുന്നു അപ്പൊ ഭരിച്ചിരുന്നത്. ആർമിന്ന് ഹോർഹെ വിഡേലയുടെ ബന്ധുവായിരുന്നു ഈ ലെക്കോസ്. പിന്നെ നേവിയുടെ എമിലിയോ മെസേറ, എയർഫോഴ്സിന്റെ ഓർലാൻഡോ അഗോസ്റ്റി, 3 ജനറൽസ് കൂടിയായിരുന്നു ഭരിച്ചിരുന്നത് നീണ്ട കാലം.
ഇവർക്ക് ലോകകപ്പ് കൊടുക്കണം. ആ ലോകകപ്പ് കൊടുക്കുമ്പോൾ എന്താ ചെയ്യണം, ആ റെജീമിന് ഒരു ഗ്രീൻ സിഗ്നൽ നിങ്ങൾ കൊടുക്കുക, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ആ സമയത്ത് 30,000 ആൾക്കാരാണ് കാണാതെ ആയിട്ടുള്ളത്. ഡേർട്ടി വാറിന് അതിനെപ്പറ്റി പല ബുക്കും സിനിമയൊക്കെ ഉണ്ട്. ഈ ആൾക്കാർ ഒരു എന്താ പറയുക, ഒരു പൊടി പോലും ഇല്ല ഇന്നും ഇതുവരെ, ഇത്രയും കൊല്ലത്തിന് ശേഷം അവരെവിടെ പോയിന്ന്. അപ്പൊ അങ്ങനത്തെ ഗവൺമെന്റ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഫിഫ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നു ഇതിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവും? പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു പ്ലൂറൽ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഇത്രയും പങ്കെടുക്കുന്ന സമയത്ത് മാറ്റം വരായിരുന്നു. എന്തുകൊണ്ടല്ല കളിക്കാർക്കിടയിൽ ഇപ്പൊ നമുക്കറിയാം യൂറോപ്യൻ കാരുടെ ഇടയിൽ നിന്നും അത്രയൊരു സാധനം പ്രകടമായിട്ട് വരും തോന്നില്ല. ഇവിടെ ഈ കേരളത്തിൽ യൂറോപ്യൻ കളിക്കാരുടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ എംബാപ്പയൊക്കെ വലിയ പ്രീതി. ഞാൻ ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ട്. എംബാപ്പെ യു എഫിങ് റേസിസ്റ്റ് എന്ന് ആ കളിക്കാരനോട് പറയേണ്ടത് നമുക്ക് കാണാം ആ സ്ലോ മോഷനിൽ. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പല കളിക്കാരും ചെയ്യുന്നുണ്ട്. എംബാപ്പയൊക്കെ ഇലക്ഷന് മുമ്പ് വരെ പറഞ്ഞു ഇവർക്ക് വോട്ട് ചെയ്യരുത്. അവരെ കൊണ്ട് അതേ പറ്റുള്ളൂ. ഇപ്പൊ ഫിഫയ്ക്ക് ഒരു നട്ടലുള്ള ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഇയാള് ട്രംപിന്റെ ഒരു ഫാൻ ബോയ് ആണ്. അതിലപ്പുറം അയാളെ കൊണ്ട് ഒന്നിനും പറ്റില്ല. ഒരു കഴിവില്ലാത്ത മനുഷ്യനാണ്. കഴിവുള്ള ഒരാളാണെങ്കിൽ ഇതില് പല മാറ്റങ്ങളും വരുത്തായിരുന്നു. ഇപ്പൊ 10 ഗെയിം ബാനൊന്നും പോരാ, ശരിക്കും ഒരു സീസൺ തന്നെ ബാൻ ചെയ്യണം ഒരു കളിക്കാരന്, എന്നാലേ അവര് ഇത് ആവർത്തിക്കാതിരിക്കുള്ളൂ.